ഹായ് എവരിവൺ, ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മത്തങ്ങയും തക്കാളിയും ഉപയോഗിച്ചുകൊണ്ട് ഒരു വറുത്തരച്ച കറിയാണ്. ഇതിനൊരു വെറൈറ്റി ടേസ്റ്റാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. വെൽക്കം ടു എൽഎസ് കിച്ചൻ. ഇതിനായി 400 ഗ്രാം മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയത്, 3 തക്കാളി ചെറുതായി കട്ട് ചെയ്തത്, 10-15 ചുവന്നുള്ളി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കുക്കറിലേക്കിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് വെള്ളമാണ് ഇവിടെ ചേർക്കുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കുക്കർ അടച്ച് അടുപ്പത്ത് വയ്ക്കാം. 2 വിസിൽ വരുന്നിടം വരെ അവിടെ ഇരിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. കടായി ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ കുത്തരി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് നന്നായി ഇളക്കി ചൂടാകുമ്പോൾ മുളക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു 6-7 വത്തൽമുളകാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി ഇളക്കി നല്ലപോലെ ചുമന്ന് വരുമ്പോൾ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാൻ വയ്ക്കാം. വിസിൽ വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിത് ഒരു ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. 1 കപ്പ് തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ടാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ മല്ലിയും മുളകും നല്ലതുപോലെ അരഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലിരിക്കുന്ന മത്തങ്ങയും തക്കാളിയും വേവിച്ചത് ഒരു പാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. മത്തങ്ങയും തക്കാളിയെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കുക്കറിൽ വെച്ച് ഉടച്ച് അരപ്പ് ചേർക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഞാനിവിടെ വീഡിയോയിൽ കിട്ടിക്കോട്ടെ എന്നോർത്ത് പാത്രം മാറ്റിയെന്നേ ഉള്ളേ. കുറച്ച് ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി തിളപ്പിക്കണം. ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിന് കടുക് താളിച്ചൊഴിക്കണം. ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി കുഞ്ഞായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് മുറിച്ചത്, കറിവേപ്പില 2 തണ്ട് ഇട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. മത്തങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ചാനലിലെ 2ാമത്തെ മത്തങ്ങാക്കറിയാണ്. നിങ്ങൾ 2 കറിയും ഉണ്ടാക്കി നോക്കിയിട്ട് ഏതാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.